ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു പുതിയ അതിഥി ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ലിസ കുഞ്ഞേ, നീ കണ്ടിട്ടില്ലല്ലോ? ബാ നമുക്ക് കാണാം. ബാ ഇറങ്ങ് ബാ കാണാൻ പോവാം. വാ ഇറങ്ങി ഓടി ബാ ലിസക്കുട്ടിനെ വിളിക്കുക. ബാ ഓടി വാ. ടൈമിങ് കറക്റ്റാണ്. അഖിലേട്ടനും വരുന്നുണ്ട് കേട്ടോ. ബാ വണ്ടി. അച്ചി എവിടെ? അച്ചി വന്നല്ലോ. അത് അവള് നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ചി എവിടെ? എനിക്ക് അതാ ഉരുണ്ടുരുണ്ട് ഭക്ഷണം ഞങ്ങൾ വൈകുന്നേരം കറിച്ചുകൊണ്ട് ഓടാനും വയ്യ കൂട്ടുകാരെ. നമുക്ക് ഓടാനും വയ്യ. ഇല്ല അടക്കി പിടി. അപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസം മുന്നാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പശുവിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം അത് ഓക്കെ ആയിട്ടാ. കാരണം പുതിയൊരാളെ നമുക്ക് കിട്ടി. പെണ്ണുകുട്ടിയാണ് കേട്ടോ. കാണിച്ചു തരാം. ബാ ഇവിടെ അത് നോക്കി ഒരാളുണ്ട്. വരി കാണിച്ചു തരാം. പെട്ടെന്നായിരുന്നു കേട്ടോ അവളുടെ ഡെലിവറി. പെട്ടെന്നായിരുന്നു. കാണിച്ചു തരാം. ബാ ഓടി. ആ ബാഗ് അതിൽ വെക്കി, ചെയറിൽ വെക്കി. ബാ ഇതാണ് കേട്ടോ പുള്ളിക്കാരി. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവളാണ്. ഇവളെപ്പോഴും എങ്ങനെയാണ് കേട്ടോ. പെട്ടെന്നായിരിക്കും കേട്ടോ പ്രസവം. നമ്മളെയൊന്നും കിടക്കണം ഒരാൾ അതിൻ്റെ ഉള്ളിൽ. അതാ പെട്ടെന്ന് നോക്കി കാണിക്കണം. നീ വേണ്ടടി. അവൾ നോക്കി. ഇതാണ് നമ്മുടെ ആള് കേട്ടാ. പെണ്ണുകുട്ടിയാണ്. ഡീ പെണ്ണേ ബാ നോക്കിത്. ടെസ് നോക്ക്. ഇവളില്ലേ, ഇവള് ഭയങ്കര അഗ്രസീവ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് കാണിക്കും ടെസ. അവളെ പേടിപ്പിക്കണു. ഇവള് കൂട്ടിലല്ലേ കാര്യം നടക്കില്ല. ടെസ ഇതാരുമാ? പോട്ടെടാ. പാവം കുട്ടി പേടിച്ചു. അവളുടെ സൗണ്ട് കേട്ടിട്ട്. ഹലോ പറ. പെണ്ണുകുട്ടിയാണ് കേട്ടാ. ഹലോ പറ. പെണ്ണുകുട്ടിയാണ് പറയടി. അൻ്റെ മാമ്പടി പോണം. നിക്ക് അച്ഛൻ അവിടെ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് ചെറിയൊരു കുഞ്ഞ് കയറി വെച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ അഴിച്ചു വിടും. ഹായ്. അഖിലേട്ടൻ അവളെ കൂട്ടിക്കയറ്റാൻ പോവാണ് കേട്ടോ. അവളെ ഭയങ്കര ചാടി ഇതാക്കണ കണ്ട. അവള് പാവം പേടിച്ചു. ബാ. അവളുടെ അമ്മയില്ലേ വിളിച്ചിട്ടേ ഇരിക്കുകയാണ് കണ്ട. അവളെ പാവം വിളിച്ചിട്ടേ ഇരിക്കുന്നതാ. പാവമല്ലേ. എന്തെന്നെയാണെങ്കിൽ ഇതാണല്ലേ അമ്മൻ്റെ എന്ന് പറയുന്നത് അല്ലേ. അമ്മ സ്നേഹം പറയണത്. ബാ അങ്ങനെ അവിടെ പോകാൻ പാടില്ല. നമുക്കിപ്പോ പോവാം. ഇവിടെ നിക്ക്. ഇച്ചിരി ആള് അഗ്രസീവ് ആണ്. നോക്കുതാ. അത് അയച്ചു കൊടുക്കേട്ടാ. നീ ഇവിടെ നിന്നോട്ടാ. ഇവിടെ നിന്നോ നിക്കട്ടാ. ലിസ അത് ആര്? ലിസ അത് ആര്? പാവം നോക്കുണ്ടാട് കിടക്കണം. വേണ്ട. നമ്മുടെ ആൾ ഒളിഞ്ഞിരുന്നു. അവളുടെ സൗണ്ടും ഒക്കെ കൂടി കണ്ടപ്പോൾ ആള് പേടിച്ചതാ. ഒളിഞ്ഞിരിക്കുകയാണ്. ബാ നടക്ക്. നീ നിന്നോ. നീ വേണ്ട. നീ നിന്നോ. വേണ്ട. നീ വേണ്ടപ്പാ. വേണ്ട. ഇങ്ങനെ കിടന്ന് നിലവിളിച്ചാ വേണ്ട. അവിടെ ഇരുന്നോ. അതേ എനിക്ക് സെറ്റ് ആവുള്ളൂ. വേണ്ട. പറഞ്ഞിട്ട് കുറച്ച് കണ്ട് അയച്ചു വിടാട്ടാ. അവളെവിടെ ചെറുത്? നമ്മൾ വാ. ഒറ്റ ചുഞ്ചിരിയാണോ അറിയോ? നീ ഇത് ഇനിയിപ്പോൾ എന്ത് ലെവലാകുമോ എന്തോട്ടാ വലുതാവുമ്പോൾ. അതിലേറെ ഇതാവുമോ എന്നുള്ളത് അറിയില്ല. ഡീ സൂസി വിടുന്നു നോക്ക്. എങ്ങനെ ബെഡി കയറ്റി സൂസി വിട്ടു. ഇത്ര നേരം പുറത്തായിരുന്നു. അപ്പം ഒന്നും മുള്ളാൻ കണ്ടില്ല അവൾക്ക്. റൂമിൽ കയറി ഞങ്ങൾക്ക് ഇച്ചിരി മുള്ളാണോ അല്ലേ? എവിടേക്കാണ്? എൻ്റെ മാ. ബാ ഇവിടെ വാ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാ ഇവിടെ വാ പറയട്ടെ. ബാ സുന്ദരി. ഡീ വാ. എവിടെ ഉമ്പുകുട്ടി? എവിടെ? ഡീ ഉമ്പ എവിടെ?
അപ്പോൾ അവൾ കുറേ നേരമായിട്ട് പാവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളുടെ മകളിനെ. നമ്മുടെ കുട്ടി എണിച്ചോട്ടാ, ഇതാ നടക്കണം. ഇതിലേ മെല്ലെ 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 തത്തി തത്തി നടക്കണം കേട്ടോ, മെല്ലെ മെല്ലെ നടക്കണം. ഓക്കെയാണ്. ഒരു പെട്ടെന്നായിരുന്നു കേട്ടോ ഡെലിവറി. ഇല്ലെങ്കിൽ അമ്മയും അച്ഛനൊക്കെ ഇതിന് മുന്നേ ഇവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും. അയ്യോ സമയമാവാനായിരുന്നു. ഇപ്രാവശ്യം അറിഞ്ഞേ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് എല്ലാം ചടപടേന്നായിരിക്കും കാര്യങ്ങൾ. നമ്മുടെ അങ്ങനത്തെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവളുടെ ഡെലിവറി അങ്ങനെ തന്നെ, പെട്ടെന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു 3-4 ദിവസം മുന്നേ ഇവളെ ഇച്ചിരി വലിയൊരു പശുവിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെയായിരുന്നില്ല. അവൾ ഭയങ്കര സമയമെടുക്കും, മാച്ച് വീഴാനും എല്ലാത്തിനും ഭയങ്കര സമയമെടുക്കും. പിന്നെ അവൾ കുട്ടിയൊക്കെ അത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവൾ എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവൾ എല്ലാം കൊണ്ടും ഓക്കെയാണ് കേട്ടോ. ഇതാണ്ട് നിൽക്കണം. അപ്പോൾ അവൾ പോയപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇങ്ങനെ പശുക്കൾ വളർത്തുമ്പോൾ കൊടുക്കും, നിർത്തും, അങ്ങനെയൊക്കെ തന്നെ. അത് സ്വാഭാവികമാണ്. നമ്മൾ വെറുതെ സങ്കടപ്പെട്ടൊരു കാര്യമില്ല. എങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോകുക എന്ന് പറയുമ്പോൾ വലിയ സങ്കടം പിടിച്ച കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇപ്പോൾ പിന്നെ നമുക്ക് പുതിയൊരാളെ കിട്ടി. ഇനിയിപ്പോൾ ഇത് നമ്മുടെ തന്നെയാണ്, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. പെണ്ണുകുട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കില്ലല്ലോ. ഓക്കെ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ആപത്തും വരുത്താണ്ടിരിക്കട്ടെ ഭഗവാനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയും നമ്മളും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും പിന്നെ ഇവരും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു കുഞ്ഞു ചാനലാണ് കേട്ടോ നമ്മളുടെ, അല്ലേ. അവളുടെ മകളിനെ വിളിച്ചിട്ടേ ഇരിക്കുകയാണ് പാവം. വാ വാ, എൻ്റെ അമ്മ വിളിക്കണു, വാ. ഹലോ, വാ വാ വാ, എൻ്റെ അമ്മ വിളിക്കണു, വാ വാ. പാപ്പം കൊച്ചു ഓടിയാ ഓടിയാ, വരും. ഓക്കെ, നമ്മുടെ ആളെ നോക്കാം എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായി നമ്മുടെ ചാനൽ വാച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഒപ്പം കൂടുക കേട്ടോ. നമ്മുടെ ആൾ എന്ത് ചെയ്യുന്നു നോക്കാം. അഖിലേട്ടൻ്റെ പിന്നാലെയാണതാ. വാ, അഖിലേട്ടൻ കാലിക്കടിക്കാൻ ഓടുകയാണ്. നിങ്ങൾക്ക് ഇതന്നെയല്ലേ പണി, ഇങ്ങോട്ട് ചാടുക ഓടുക, നോക്ക് കാണിക്കണ പോലെ. ഡീ പൊന്ന, എന്താ കാണിക്കണ നീയേ? ലിസേ എന്താ കാണിക്കണേ? ബാ ഇവിടെ ബാ ബാ, പോവാം, കളിക്കാൻ പോവാം. ബാ ബാ, ഓടി വാ. അഖിലേട്ടൻ നിങ്ങളെ നോക്കുന്നു. അതാ ബാ ലിസക്കുട്ടി. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശരി, താങ്ക് യു.